നമ്മുടെ ചില തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ചില തിരഞ്ഞെടുപ്പുകൾ കൊണ്ടാണ് ഇന്നയാൾ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പലപ്പോഴും നാം പറയാറുമുണ്ട്. എങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകളാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയും. വിജയത്തിലേക്ക് നയിക്കുന്ന അനേക തിരഞ്ഞെടുപ്പുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയെ അബ്രഹാമിന്റെ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുകയാണ്. ഉൽപ്പത്തി 13-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അബ്രഹാമും ലോത്തുമായുള്ള സംഭാഷണം. നാം സഹോദരന്മാരാകൊണ്ട് എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകാതിരിക്കാൻ നാം രണ്ടായി പിരിയേണ്ടത് ആവശ്യമാണ് എന്ന് അബ്രഹാം ലോത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗം. അബ്രഹാം ലോത്തിനാണ് തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ആദ്യം കൊടുക്കുന്നത്. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം: ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ടു. പ്രിയ ദൈവത്തിലെ നീരോട്ടമുള്ള പ്രദേശം ലോത്ത് തിരഞ്ഞെടുക്കുകയാണ്. അതിന്റെ അർത്ഥം അബ്രഹാമിന് അത്ര പച്ചപ്പില്ലാത്ത, അത്ര നീരോട്ടമില്ലാത്ത ഒരു ദേശമാണ് ലഭിച്ചത്. എന്നാൽ അബ്രഹാമിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. തന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ, തന്നെ കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ, തന്നോട് വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ, താൻ പോകുന്ന എല്ലാ മേഖലകളിലും സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ഈ ദൈവം ശക്തനാണ് എന്ന് അബ്രഹാം വിശ്വസിച്ചു. ഇതുപോലെയാകണം നാമും. മാനുഷികമായി നോക്കിയാൽ വലിയ ഗുണം ഇല്ല എന്ന് എല്ലാവർക്കും തോന്നുന്ന മേഖലകളാണെങ്കിലും ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന പ്രിയ ദൈവവൈതലേ, നിങ്ങളൊരു ദേശത്ത് കാലുകുത്തുമ്പോ, നിങ്ങൾ ഒരു ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോ, നിങ്ങൾ ആ ദേശത്ത് ഉള്ളത് കൊണ്ട്, നിങ്ങൾ ആ ജോലി സ്ഥലത്തുള്ളത് കൊണ്ട് അവിടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹിതനായി ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും ദൈവം തന്റെ പദ്ധതികൾ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് എന്റെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന അറിയിക്കുകയാണ്. ഇല്ല, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തെറ്റിയിട്ടില്ല. ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളൊരു അനുഗ്രഹമാകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങളുമാകട്ടെ, ഇനിയും ഒരു ചുവട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ സാഹചര്യത്തിലും ഞാനൊരു ഉറപ്പ് പറയാം: ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു നീക്കുപോക്ക് കാണും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നിന്നിച്ച് മാറ്റി നിർത്തുവാൻ ശ്രമിച്ചവർ നിങ്ങളുടെ അടുക്കൽ വന്ന് സഹായം ചോദിക്കുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഒരേ ഒരു കാരണം മാത്രം: നിങ്ങളോട് കൂടെ ദൈവമുണ്ട്. ഈ ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പറ്റി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അബ്രഹാമിന്റെ തുടർന്നുള്ള ജീവിതം നാം എടുത്തു പഠിക്കുമ്പോൾ ദൈവം തന്നോട് കൂടെയുള്ളത് കൊണ്ട് അബ്രഹാം പോയ ഇടങ്ങളിലെല്ലാം അബ്രഹാം ഒരു അനുഗ്രഹമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ അബ്രഹാമിന്റെ ചരിത്രമെല്ലാം വേദപുസ്തകത്തിൽ നമ്മോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ വഴി നടത്തുവാൻ ഉതകുന്ന സാഹചര്യങ്ങളാണ് ഇതെല്ലാം എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അബ്രഹാം തന്റെ വ്യക്തിപരമായ അവകാശങ്ങൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ കണ്ടു നിന്നവർ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം, ഇവൻ മണ്ടനാണെന്ന്. പ്രിയദൈവത്തിലെ, മറ്റുള്ളവരുടെ മുമ്പാകെ നിങ്ങളെ ഒരു മണ്ടൻ എന്ന് വിളിച്ചാലും നിങ്ങളുടെ ഹൃദയം വേദനിക്കരുത്. കാരണം നിങ്ങളുടെ കൂടെയുള്ളവൻ നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. നേരെയല്ലാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മറ്റുള്ളവർ കൈവശമാക്കി എന്നത് ഓർത്ത് പകയും നിരാശയും കൊണ്ട് ജീവിതം തീർക്കാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തല ഉയർത്തി ഈ ദൈവത്തെ ഒന്ന് നോക്കണം. ദൈവശബ്ദം കേട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിത മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ കാണുവാൻ പോകുകയാണ്. ഇന്ന് തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സകല തിരഞ്ഞെടുപ്പുകളും ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുക്കണം. ദൈവമേ, ഇനി എന്നെ കൊണ്ട് പറ്റുകയില്ല, ഇതിന്റെ മേലൊന്ന് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നാഥന്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ തന്നെ നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതെ, നിങ്ങൾ ദേശങ്ങൾക്കൊരു അനുഗ്രഹമാകും. കഴിവില്ല, പ്രായമായി പോയി, എനിക്ക് പ്രാപ്തിയില്ല എന്നെല്ലാമുള്ള നിങ്ങളുടെ ചിന്തകൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ എടുത്ത് മാറ്റിവെക്കണം. എന്നിട്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പറയണം. നിങ്ങളുടെ പ്രാപ്തികൾക്കുപരി, നിങ്ങളുടെ കഴിവുകൾക്കുപരി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറിയണം.
ഇന്നെ ശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ തലമുറയിൽ നിവർത്തിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ പറയല്ലേ. ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ നെഞ്ചത്ത് കരം വെച്ചിട്ട് പറയണം, എന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ദിവസങ്ങളിൽ കാണുമെന്ന് പറയണം. പറയാൻ തയ്യാറാണോ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് അനുഭവിക്കും. ദൈവിക പ്രൊവിഷനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതെ, ദൈവമക്കൾക്ക് ദൈവിക കരുതൽ വെളിപ്പെടും. ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറം നമ്മെ സഹായിക്കാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ ജീവിതയാത്ര ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അനുഗ്രഹത്തിലേക്ക് കടന്നു പോകാനുള്ള തിരഞ്ഞെടുപ്പ് എന്നത് ദൈവത്തോട് ചേർന്നുള്ള തിരഞ്ഞെടുപ്പ്. ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്നുള്ള തിരഞ്ഞെടുപ്പുകൾ നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും, നമ്മെ നിത്യതയിലേക്ക് ഒരുക്കും. ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും നമ്മെ സഹായിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ഈ ദൈവത്തെ നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങളല്ല നമ്മുടെ നാളെ തീരുമാനിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു നിത്യനായ ദൈവമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. വിശ്വസിക്കാൻ തയ്യാറാണോ? സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം പ്രതികൂലമാകുമ്പോഴും എന്റെ കരം പിടിച്ച് വഴി നടത്താൻ ഈ ദൈവം ശക്തനാണ് എന്ന് വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഇന്നു മുതൽ എന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി എന്നൊരു ചിന്ത പോലും ഇനി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ചെയ്തത് ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് കൂടെയുള്ളത്. വിശ്വസിക്കുന്നെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണും. വിശ്വസിക്കുന്നുണ്ടോ? നെഞ്ചത്ത് കരം വെച്ചിട്ടൊന്ന് പറ, ഞാൻ വിശ്വസിക്കുന്നു പറ. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവവചനം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ്. ദൈവമേ, ഇവരെ ഒരു അനുഗ്രഹമാക്കണം. ദൈവപ്രവൃത്തി ഇവരിലൂടെ വെളിപ്പെടട്ടെ. തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയ കാരണത്താൽ ജീവിതത്തിൽ അലച്ചിൽ അനുഭവിക്കുന്ന ഈ ജനത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നതിനാൽ നന്ദി. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മനോമഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. അതെ, യേശു കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾ കൈവെക്കുന്ന മേഖലകളെല്ലാം ഒരു അനുഗ്രഹമാകും. നിങ്ങൾ വായ്പ വാങ്ങുകയല്ല, വായ്പ കൊടുക്കുന്നവരായി തീരും. ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വാസത്തോടെ പറയണം. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ച അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.